2025 ഓഗസ്റ്റ് 5 ചൊവ്വാഴ്ചയാണ് സൽസന്താന ഭാഗ്യം നേടാൻ ഉത്തമമായ പുത്രപദ ഏകാദശി, പുണ്യത ഏകാദശി, പുത്രത ഏകാദശി, പുത്രജാത ഏകാദശി, പവിത്ര ഏകാദശി എന്നിങ്ങനെ വിവിധ പേരുകളിൽ ഈ വ്രതം പ്രസിദ്ധമാണ്. മക്കളില്ലാതെ വിഷമിക്കുന്ന യുവതീ യുവാക്കൾ അതിശക്തമായി ആഗ്രഹിച്ച് വിധിപ്രകാരം ഈ വ്രതം അനുഷ്ഠിച്ചാൽ സന്താനഭാഗ്യം ലഭിക്കും. സാധാരണ ഏകാദശി വ്രതഫലങ്ങൾ എല്ലാം തന്നെ പുത്രത ഏകാദശിക്കും പറയപ്പെടുന്നു. കർക്കിടകം അല്ലെങ്കിൽ ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷത്തിലാണ് ഈ ഏകാദശി വരുന്നത്. ഭൗതിക ജീവിതത്തിൽ അളവറ്റ ഐശ്വര്യവും അന്ത്യത്തിൽ മോക്ഷവുമാണ് ഏകാദശി വ്രതഫലം. വിധിപ്രകാരം പുത്രപദ ഏകാദശി നോൽക്കുന്നവർ തലേന്ന് ദശമി നാളിൽ ഒരിക്കലെടുത്ത് വ്രതം തുടങ്ങണം. ഏകാദശി നാൾ പൂർണ്ണ ഉപവാസമാണ് വിധിച്ചിട്ടുള്ളത്. പക്ഷേ ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് ലഘുഭക്ഷണമാകാം. ആഗസ്റ്റ് 4 പകൽ 11:44 മുതൽ 5 പകൽ 1:13 വരെയാണ് ഏകാദശി തിഥി. ചൊവ്വാഴ്ച രാവിലെ 6:47 മുതൽ രാത്രി 7:23 വരെയാണ് ഹരിവരാത്രി വേള. ഈ സമയത്ത് വിഷ്ണു പൂജ, മന്ത്രജപം എന്നിവ തീർച്ചയായും നടത്തണം. എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠം ഏകാദശി വ്രതം എന്നാണ് വിഷ്ണു ഭക്തരുടെ പ്രമാണം. ഇഹലോക സുഖവും പരലോക സുഖവും തരുന്ന വ്രതമാണിത്. മുരൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ വിഷ്ണു ഭഗവാനിൽ നിന്നും അവതരിച്ച ദേവിയാണ് ഏകാദശിയായത്. ദേവിയുടെ ആവിർഭാവ ദിവസം ഏകാദശി ആയതിനാൽ ആ പേര് സ്വീകരിച്ചു. മുരനെ നിഗ്രഹിച്ചതിന് വരദാനം ചോദിച്ച ദേവിക്ക് ഭഗവാനാണ് ആ തിഥി വരുന്ന ദിവസങ്ങളിൽ സ്വന്തം പേരിൽ ഏകാദശി വ്രതം അനുവദിച്ചത്. മുരനെ വധിച്ചതിനാലാണ് മഹാവിഷ്ണു മുരാരിയായത്. ചാന്ദ്രമാസത്തിലെ ഇരുപക്ഷങ്ങളിലെയും 11-ാം തിഥിയാണ് ഏകാദശി. അമാവാസിക്കും പൗർണമിക്കും ശേഷം ഇത് വരും. വെളുത്ത പക്ഷത്തിലേത് ശുക്ലപക്ഷ ഏകാദശി. ഗൃഹസ്ഥർ വെളുത്ത പക്ഷത്തിലെ ഏകാദശി നോൽക്കുന്നത് ശ്രേഷ്ഠമാണ്. കറുത്ത പക്ഷത്തിലുള്ളത് കൃഷ്ണപക്ഷ ഏകാദശി. ഒരു വർഷം 24 ഏകാദശിയുണ്ട്. ചിലപ്പോൾ ഇത് 25 എണ്ണവുമാകും. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചത് ഒരു ഏകാദശിയിലാണെന്ന് വിശ്വസിക്കുന്നു. സൂര്യോദയത്തിന് ദശമി ബന്ധമുള്ള ഏകാദശിയാണ് ഭൂരിപക്ഷ ഏകാദശി. ദ്വാദശി ബന്ധമുള്ളത് ആനന്ദപക്ഷ ഏകാദശി. ധനു, മകരം, മീനം, മേടം എന്നീ മാസങ്ങളിൽ ഒന്നിൽ വേണം തുടർച്ചയായ ഏകാദശി വ്രതം തുടങ്ങാൻ. ഏകാദശിയുടെ അവസാന 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടിയ ഹരിവരാസര വേള ഒന്നും ഭക്ഷിക്കാതെ വിഷ്ണു ചിന്തയും ജപവുമായി കഴിയുന്നത് അത്യുത്തമമാണ്. ഈ സമയത്ത് മഹാവിഷ്ണുവിൻ്റെ സാമീപ്യം വളരെ കൂടുതൽ ഭൂമിയിൽ അനുഭവപ്പെടും എന്നാണ് വിശ്വാസം. ഹരിവാസര സമയത്ത് നടത്തുന്ന മഹാവിഷ്ണു ഭജനം പരിപൂർണ ഫലസിദ്ധിയേകും. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിവസങ്ങളും ഏകാദശി വ്രതത്തിന് പ്രധാനമാണ്. ഈ ദിവസങ്ങളിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കാം. മറ്റ് സമയത്ത് ഗോതമ്പിലുണ്ടാക്കിയ ലളിത വിഭവങ്ങളും പയർ, പുഴുക്ക്, പഴങ്ങൾ, ഫലം എന്നിവ കഴിക്കാം. ഏകാദശി നാളിൽ പൂർണ്ണമായി ഉപവസിക്കുന്നതാണ് ഉത്തമം. ഈ ദിവസം തുളസി തീർത്ഥം മാത്രം കുടിച്ച് വ്രതമെടുക്കുന്നവരുമുണ്ട്. അതിന് കഴിയാത്തവർ ഒരു നേരം അരിയാഹാരം കഴിച്ച് വ്രതം നോൽക്കുന്നു. അടുത്ത ദിവസം തുളസി തീർത്ഥം കഴിച്ച് വ്രതം പൂർത്തിയാക്കും. ഈ 3 ദിവസവും പ്രത്യേകിച്ച് ഏകാദശി ദിവസം വിഷ്ണു പ്രീതികരമായ മന്ത്രജപങ്ങൾ പ്രധാനമാണ്. കഴിയുന്നത്ര തവണ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നിവ ജപിക്കണം. വിഷ്ണു ഗായത്രി, വിഷ്ണു ശതനാമ സ്തോത്രം, വിഷ്ണു അഷ്ടോത്തരം, വിഷ്ണു സഹസ്രനാമം, അച്യുതാഷ്ടകം എന്നിവ ജപിക്കുന്നത് ഗുണപ്രദമാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം. ക്ഷേത്ര ദർശനത്തിന് കഴിയാത്തവർ വീട്ടിൽ പൂജാമുറിയിൽ മഹാവിഷ്ണുവിൻ്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം. ശ്രീരാമ, ശ്രീകൃഷ്ണ പ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നതിനും ഏകാദശി ദിനം ഉത്തമമാണ്. മൗനം ഭജിക്കുന്നതും നല്ലതാണ്. മത്സ്യമാംസ ഭക്ഷണം, മദ്യസേവ, ശാരീരിക ബന്ധം, പകലുറക്കം ഇതൊന്നും പാടില്ല. 2 നേരം കുളിക്കണം. മഹാവിഷ്ണുവിന് ഏറെ പ്രിയപ്പെട്ട തുളസിയിലയും പഴങ്ങളും ഏകാദശിക്ക് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് സുഹൃതകരമാണ്. വിഷ്ണു സൂക്ത പുഷ്പാഞ്ജലി, മുഴുക്കാപ്പ് തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. മേടം, കർക്കിടകൻ രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ, പുണർദം അവസാനകാൽ, പൂയം, ആയില്യം നക്ഷത്രക്കാർ ഏകാദശി വ്രതം നോൽക്കുന്നത് വളരെ നല്ലതാണ്. ഏകാദശി വ്രതം എടുക്കാനാകാത്തവർ അന്ന് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി മൂലമന്ത്രമായ ഓം നമോ നാരായണായ, അത്ഭുതശക്തിയുള്ള നാമത്രയം ഓം അച്യുതായ നമ, ഓം അനന്തായ നമ, ഓം ഗോവിന്ദായ നമ എന്നിവ കഴിയുന്നത്ര ജപിക്കണം. വിഷ്ണു സഹസ്രനാമം, വിഷ്ണു അഷ്ടോത്തരം, വിഷ്ണു ശതനാമ സ്തോത്രം, അച്യുതാഷ്ടകം ജപിക്കുന്നത് നല്ലതാണ്.